നീറ്റ് UGC മെഡിക്കൽ പ്രവേശന പരീക്ഷ റദ്ദാക്കി. തീരുമാനം ചോദ്യപേപ്പർ ചോർന്നെന്ന് വ്യക്തമായതോടെ വീണ്ടും പരീക്ഷ നടത്താൻ വിജ്ഞാപനം ഇറക്കും. പുതിയ ഹാൾ ടിക്കറ്റും നൽകും. വീണ്ടും ഫീസ് അടയ്ക്കേണ്ടതില്ല. രജിസ്ട്രേഷനും ആവശ്യമില്ല. എട്ട് ദിവസമായിട്ടും തീരുമാനമായില്ല. മുഖ്യമന്ത്രിയായിരുന്നതിൽ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. തീരുമാനം വൈകിട്ടുണ്ടാകുമെന്ന് സൂചന. പ്രഖ്യാപനം വൈകുന്നത് വിജയത്തിന് മങ്ങലേൽപ്പിച്ചുവെന്ന് സമ്മതിച്ച് സണ്ണി ജോസഫ്. വൈകലിനൊരു ചെറിയ മങ്ങലേറ്റിട്ടുണ്ട്. വൈകിയതും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം വരുമ്പോൾ അതൊന്നുകൂടി ഉയരും. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകും. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായേക്കും. തീരുമാനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടാകും. KN ബാലഗോപാൽ ഉപനേതാവായേക്കും. ഉപനേതൃപദവിക്ക് CPI പരസ്യമായ അവകാശം ഉന്നയിച്ചതിൽ CPM അതൃപ്തി. തോൽവി വിലയിരുത്താൻ നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയും ചേരും. ഇന്ധന വില വർധനവ് 3 ദിവസത്തിനകം 5 രൂപ വരെ കൂട്ടാൻ സാധ്യത. ഉപയോഗം കുറയ്ക്കാൻ പൗരന്മാരുടെ പിന്തുണ ആവർത്തിച്ച് ആവശ്യപ്പെട്ട പ്രധാനമന്ത്രി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അയവില്ല. അടുത്തയാഴ്ചത്തെ ഇറാൻ-US ചർച്ച അനിശ്ചിതത്വത്തിൽ. ഇറാന് നേരെ കടുത്ത ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ കരാർ അതീവ ഗുരുതരാവസ്ഥയിലെന്ന് മുന്നറിയിപ്പ്. US നിർദ്ദേശങ്ങളോട് ഇറാന്റെ പ്രതികരണം വിഡ്ഢിത്തമെന്നും US പ്രസിഡന്റ്. തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച AIDMK വിമതർ. വിമതപക്ഷത്ത് 30 MLA-മാരുണ്ടെന്ന അവകാശവാദം. സ്പീക്കറായി JCD പ്രഭാകരനെയും ഡെപ്യൂട്ടി സ്പീക്കറായി M രവിശങ്കറിനെയും എതിരില്ലാതെ തിരഞ്ഞെടുത്തു. ഭരണ തുടക്കത്തിൽ മാസ് ഉത്തരവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും ബസ് സ്റ്റാൻഡിനും സമീപം മദ്യവിൽപ്പന വേണ്ട. 500 മീറ്റർ എന്ന ദൂരപരിധി ലംഘിച്ച 717 മദ്യശാലകൾക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ പൂട്ടുവീഴും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക പര്യടനത്തിന് വെള്ളിയാഴ്ച UAE-യിലേക്ക്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനം 20 വരെ. ഇനി 5 നാൾ സംസ്ഥാനത്ത് കനത്ത മഴ പ്രവചിച്ച് കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യത. കടൽ പ്രക്ഷുബ്ധമാകുമെന്ന് മുന്നറിയിപ്പ്. തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. മഴയ്ക്ക് കാരണം ലക്ഷദ്വീപിന് മുകളിലെ ചക്രവാത ചുഴി.